ശ്രീ ജയപ്രസാദ് സർ, നോക്കൂ, ഇതുവരെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മർദ്ദമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ ശാസനകൾക്ക് വഴങ്ങുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ CVM വാണിമേൽ പറയുന്നുണ്ട് അത് മുസ്ലിം ലീഗിന് ഭയം ഉള്ളതുകൊണ്ടല്ല, മുസ്ലിം ലീഗിനെ ഇവിടെ എല്ലാവരും അംഗീകരിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ വിജയം നേടിയത് എന്ന്. എന്താണ് യാഥാർത്ഥ്യമെന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരിക്കൽ കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് ജനങ്ങൾ മറന്നു പോകരുതല്ലോ. കേരള രാഷ്ട്രീയം ന്യൂനപക്ഷ സമ്മർദ്ദ രാഷ്ട്രീയം എന്ന തരത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. ഇതിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി തന്നെ അതിനെക്കുറിച്ച് അതിനെഗൻസ്റ്റായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറയുകയും അതിന് പിൽക്കാലത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇപ്പം നമ്മൾ കാണുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗിന് ഡോമിനൻസ് ഉള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറി, സമ്മർദ്ദത്തിൽ നിന്ന് അത് ഡോമിനൻസിലേക്ക് മാറുന്നൊരവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമീപനമല്ല കേരളത്തിലെ UDF സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ രണ്ട് വിഷയങ്ങളിൽ PM ശ്രീ വിഷയത്തിലും വന്ദേമാതര ഗാനം പാടുന്ന കാര്യത്തിലും ഇന്ത്യയിലെ മറ്റ് 3 കോൺഗ്രസ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ച സമീപനമല്ല കേരളത്തിൽ സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ കേരള നിയമസഭ ഉൾപ്പെടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച സമീപനത്തിനെതിരായ ഒരു പ്രമേയം പാസ്സാക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ അപലപിക്കാം, പക്ഷെ അതുണ്ടാകുന്നില്ല. അപ്പം കേരളത്തിന് മാത്രമായിട്ട് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് മാത്രം എന്താണ് പ്രത്യേകത? അപ്പോൾ അവിടെ വരുമ്പോഴാണ് കേരളം ഇന്ന് ഭരിക്കുന്നതിൽ മുസ്ലിം ലീഗ്, ജമായത്തെ ഇസ്ലാമി കേരള രാഷ്ട്രീയത്തിൽ ഭരണകൂടത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നത്. കാരണം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷമുള്ള ഒരാളല്ല മുഖ്യമന്ത്രി ആയത്. അപ്പോൾ ആ മുഖ്യമന്ത്രി ആയതിൻ്റെ സാഹചര്യം നമുക്കറിയാം. നമ്മളിവിടെ ശ്രീ വാണിമേൽ സൂചിപ്പിച്ച 2-3 വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ കേണൽ ഡെന്നി അത് പറയുകയും ചെയ്തു. കാരണം PM ശ്രീ പദ്ധതിയോടുള്ള മുസ്ലിം ലീഗിൻ്റെ എതിർപ്പ് എന്താണെന്ന് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടതാണ്. കാരണം PM ശ്രീ പദ്ധതി ഇന്ത്യയിലെ ഏതാണ്ട് കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞത്. അതാത് സംസ്ഥാനങ്ങളുടെ സിലബസാണ് PM ശ്രീ സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. അതുപോലെ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പം ഈ 2 വിഷയമാണ് ഇപ്പോൾ ഇവിടെ ശ്രീ വാണിമേൽ ഈ വിഷയമാണ് പറഞ്ഞത്. ഇനി ഏത് ചരിത്രം കേന്ദ്രം എഴുതിയാലും അതൊന്നും ഇവിടെ വല്ല കേരളത്തിലെ SCRTയുടെ പാഠ്യ പദ്ധതി തന്നെയായിരിക്കും, അല്ലെങ്കിൽ സിലബസ് തന്നെയായിരിക്കും കുട്ടികൾ പഠിക്കുക. അപ്പം ആ പറഞ്ഞ വാദം എന്തിനാണ് ഈ കള്ളം വീണ്ടും വീണ്ടും പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആവർത്തിച്ച് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞൊരു കാര്യമാണ്. മറ്റൊന്ന് വന്ദേമാതര ഗാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം. വന്ദേമാതര ഗാനത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുന്ന ഒരാളിനറിയാം. അതിനകത്ത് ഒരു ഹിന്ദു ദേവതകളെയും വാഴ്ത്തുന്നതല്ല പറയുന്നത്. ഭാരതമാതാവിൻ്റെ ശക്തിയെ വർണ്ണിക്കുന്ന സ്ഥാനത്ത് ശക്തിയുടെയും വിദ്യയുടെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ട് അതിൽ നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ദേവതമാരുടെ പേര് പറയുന്നു എന്നുള്ളത് അതിനോട് വിശേഷിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഹിന്ദു ദേവതമാരെ വാഴ്ത്തുന്നതല്ല. കാരണം 1896 മുതൽ 1936 വരെയും എല്ലാ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിലും സമരപരിപാടികളിലും ഒക്കെ വന്ദേമാതരം തന്നെയായിരുന്നു പാടിയിരുന്നത്. അപ്പോൾ ഇവിടെ 1937 നേരത്തെ ഡെന്നി സാറ് പറഞ്ഞ 37 പ്രവിശ്യ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ്, അതായത് 1935 ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ 482 സീറ്റുകൾ മുസ്ലിം റിസർവ്ഡ് സീറ്റായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിന് ഒരു പ്രവിശ്യയിലും ഭൂരിപക്ഷം കിട്ടുക മാത്രമല്ല അതിൽ 25% സീറ്റാണ് ലഭിച്ചത്. അതായത് 109 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതായത് മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി പങ്കെടുത്ത ഒരു വലിയൊരു തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റിൽ പോലും മുസ്ലിം ലീഗിന് 25% സീറ്റിനപ്പുറത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്നപ്പോഴത്തേക്കും അത്തരമൊരു പരാജയം വന്ന സാഹചര്യത്തിലാണ് ജിന്ന വന്ദേമാതര ഗാനത്തിൻ്റെ വിഷയമെടുക്കുന്നത്. അത് നിർഭാഗ്യവശാൽ പ്രീണന രാഷ്ട്രീയ മുഖമുദ്രയാക്കിയ നെഹ്റുവിൻ്റെ നേതൃത്വം അതിന് കീഴടങ്ങിയിട്ട് വന്ദേമാതരത്തെ നമ്മുടെ രാഷ്ട്രം വിഭജിക്കുന്നതിന് മുമ്പ് വന്ദേമാതരത്തെ വിഭജിച്ച സാഹചര്യമുണ്ട്. അങ്ങനെയാണ് 37 ശേഷം കോൺഗ്രസും വന്ദേമാതര ഗാനത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് ഒതുങ്ങുന്നത്. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം അത് തന്നെ തുടരുകയുണ്ടായി. അപ്പോൾ നമ്മൾ 150-ാം വർഷത്തിലാണ് വന്ദേമാതരത്തിന് വീണ്ടും നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തതും വന്ദേമാതര ഗാനത്തിൻ്റെ വിഭജനം നമ്മൾ ഇല്ലാതാക്കുന്നതും അത് ചരിത്രത്തിൽ നമ്മൾ നടത്തിയ തിരുത്തലാണ്. അപ്പോൾ ഇവിടെ ഈ 2 വിഷയങ്ങളും അപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ നന്മയാണ് മുസ്ലിം ലീഗ് കാക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ നേട്ടം ആർക്കാണ് കിട്ടുന്നത്? അതായത് ഓരോ
ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം, അതായത് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുന്ന 2 സ്കൂളുകൾ, സംസ്ഥാന സിലബസ് മാത്രം പഠിക്കുന്ന സ്കൂളുകളാണ് ആ 2 സ്കൂളുകൾ ഓരോ ബ്ലോക്കിൽ. അങ്ങനെ ഏതാണ്ട് 306 സ്കൂളുകൾ കേരളത്തിന് ലഭിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ നവോദയ സ്കൂളുകളും അതുപോലെ സെൻട്രൽ സ്കൂളുകളും അതുപോലെ മാഹി ഉൾപ്പെടെയുള്ള കേരളത്തിനകത്ത് വരുന്ന പ്രദേശത്ത് വരുന്ന മാഹി ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ 4 വർഷമായി ഇത്തരം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എന്ത് തരത്തിലുള്ള വർഗീയതയാണ് നടക്കുന്നതെന്നുള്ളതാണ്. മറ്റൊന്ന് ശ്രീ വാണിമേൽ മറുപടി പറയേണ്ടത്, അദ്ദേഹം പറഞ്ഞു സിലബസിലൂടെ വർഗീയത കടന്ന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ട കടന്നു വരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ CBSE സ്കൂളുകളിൽ ഏത് സിലബസാണ് പഠിപ്പിക്കുന്നത്? ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന് മേൽക്കോയ്മയുള്ള മലപ്പുറം ജില്ലയിൽ 140ഓളം CBSE സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ 140ഓളം സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷം നേതാക്കളുടെ മക്കളും പഠിക്കുന്നത് CBSE സ്കൂളുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഏത് സിലബസാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ അവിടെ അതായത് CBSE സ്കൂളുകളിൽ, കേരളത്തിലെ CBSE സ്കൂളുകളിൽ, അതും അൺഎയ്ഡഡ് CBSE സ്കൂളുകളിൽ പഠിക്കുന്ന സിലബസിൽ എന്ത് വർഗീയതയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ VD സതീശൻ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ CBSE സ്കൂളുകളെ കേരളത്തിൽ നിന്ന് ഒന്നുകിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെതിരെ ജനകീയ സമരം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം. ആ തരത്തിൽ അപ്പോൾ ഒരിടത്തിൽ ഇവരുടെ കാപട്യമാണ്. നമ്മൾ വന്ദേമാതര ഗാനത്തിൽ ജിന്ന സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോഴും ലീഗ് സ്വീകരിക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഇത് ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തെ പറയുമ്പോൾ PMC സ്കൂൾ എങ്ങനെയാണ് കർണാടകത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ആദ്യം നടപ്പാക്കിയ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു അന്ന് ഛത്തീസ്ഗഡും അതുപോലെ രാജസ്ഥാനുമൊക്കെ 2022 തന്നെയാണ്. അപ്പോൾ അന്നൊന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് കേരളത്തിലുണ്ടായത്? കാരണം ഇത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറയുകയും ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും അത് വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഒരു ഈഗോയുടെ വിഷയത്തിലാണ് അവർ PM ശ്രീ സ്കൂളുകളിൽ നിന്ന് എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ വിദ്യാഭ്യാസ സമ്പ്രദായം, വിശേഷിച്ച് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള ഓരോ സ്കൂളിനും 2-3 കോടി ഒരു വർഷം വാർഷിക സഹായം ലഭിക്കുന്നതാണ്. അത്തരമൊരു പദ്ധതിയെയാണ് കേരളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 5 വർഷത്തിൽ അതിന് 4 വർഷം കഴിയുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ജനവിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. 1937 തെരഞ്ഞെടുപ്പിൽ ലീഗ് അമ്പയെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ, അതിൽ തന്നെ മുസ്ലിം സംവരണ സീറ്റുകളിൽ 75% സീറ്റുകളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അവർ വന്ദേമാതര ഗാനത്തെ ഒരു വർഗീയ അജണ്ടയായിട്ട് മുസ്ലിം വികാരം ഉണർത്താൻ മുന്നിലേക്ക് വന്നു. അതിലവർ വിജയിച്ചു. പിന്നെ 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നു. തുടർന്നുണ്ടായ വർഗീയ സംഘർഷം രാജ്യം വിഭജനത്തിലേക്ക് മുസ്ലിം ലീഗ് കൊണ്ട് എത്തിച്ചത് ഈ ഒരു രാഷ്ട്രീയ നാടകത്തിലൂടെയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഈ തരത്തിലുള്ളൊരു സംവിധാനം വേണോ? മറ്റൊന്ന്, കേരളവും കേന്ദ്രവും കൂടെ സഹകരിച്ചാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിനെതിരായിട്ടാണ് കോൺഗ്രസിന് മുന്നണിക്ക് ഈ തരത്തിലുള്ള ഒരു പിന്തുണ, ഒരു 102 സീറ്റുകൾ ജനങ്ങൾ കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ മാത്രം വിജയമല്ല, ജനങ്ങളുടെ പ്രതിഷേധമാണ് കഴിഞ്ഞ 10 വർഷ ഭരണത്തിനെതിരായിട്ട്. അപ്പോൾ ജനങ്ങൾ അർഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനം കൊടുക്കുന്നതിന് പകരം കേവലം വർഗീയ താല്പര്യത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്നത് ജനവഞ്ചനയാണ്. അത് ജനഹിതത്തെ വഞ്ചിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും VD സതീശൻ സർക്കാർ ആ തരത്തിലൊരു അതാണ് ഇന്ന് BJP സംസ്ഥാന വ്യാപകമായി ചൂണ്ടിക്കാട്ടിയ ഒരു സംഗതി.